ഹായ് കൂട്ടുകാരെ, സുമി രാജൻസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കിയാലോ? വായോ. ഇത് നോക്കിയേ, ഇത് ഞാൻ 1 മാസം മുന്നേ തയ്യാറാക്കാൻ വെച്ച പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റാണ്. പൊടിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. ഞാനിതെങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നിങ്ങൾക്കും കാണണ്ടേ? ഇതിനായി ഞാൻ ഒരു പെയിന്റ് ബക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നിറയെ ഹോൾസ് ഇട്ട് അടിയിലായി ഒരൊറ്റ ഹോൾ കൂടെ ഇടേണ്ടതാണ്. മൺപാത്രമാണ് എടുക്കുന്നതെങ്കിൽ ചുവട്ടിൽ മാത്രം ഹോൾ ഇട്ടാൽ മതി. ഇതിന്റെ ഏറ്റവും അടിയിലായി നല്ല വളക്കൂറുള്ള മണ്ണിട്ട് കൊടുക്കാം. 1 ഇഞ്ച് കനത്തിലൊക്കെ മതിയാകും. ഇതിനു മുകളിലായി ആ അളവിൽ തന്നെ ചെറുതായി കീറിയ ന്യൂസ് പേപ്പർ വിതറി കൊടുക്കാം. ശീമക്കൊന്നയുടെ ഇല ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കാം. ഇതിനു മുകളിലായി ചകിരി കമ്പോസ്റ്റ് വിതറി കൊടുക്കാം. ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറ കഴുകി കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അടുത്തതായി കോഴിക്കാരം, ആട്ടിൻ കാഷ്ടം, ചാണകപ്പൊടി, ഇതിലേതെങ്കിലും ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് പച്ചക്കറി വേസ്റ്റ് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തൈര് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടെ കുറച്ച് ചേർക്കുകയാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൂടെ ചേർക്കുമ്പോൾ വേഗം തന്നെ നമ്മുടെ കമ്പോസ്റ്റ് റെഡിയായി കിട്ടും. ഇതിനെ ഇനി അടച്ച് തണലുള്ള ഭാഗത്ത് വെക്കേണ്ടതാണ്. വീണ്ടും പിറ്റേന്ന് പഴയതുപോലെ തന്നെ ചെയ്യുക. നല്ല വളക്കൂറുള്ള മണ്ണിട്ട് കൊടുക്കുക. ഇനി ന്യൂസ് പേപ്പർ വിതറി കൊടുക്കാം. ഇനി ചകിരി കമ്പോസ്റ്റ്, ഇനി ചാണകപ്പൊടി, ഇനി നമ്മുടെ പച്ചക്കറി വേസ്റ്റ്. ഇനി തൈര്. ഇതിന്റെ പുറത്തായി വീണ്ടും നല്ല വളക്കൂറുള്ള മണ്ണിട്ട് കൊടുക്കാം. ബക്കറ്റ് നിറയുന്നത് വരെയും ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറന്നു പോകേണ്ട. ഇതിനെ അടച്ച് തണലുള്ള ഭാഗത്ത് സൂക്ഷിക്കുക. ബക്കറ്റ് വെക്കുന്നതിന്റെ അടിയിലായി ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം നമുക്ക് നേർപ്പിച്ചെടുത്ത് ചെടികൾക്ക് ഒഴിക്കാവുന്നതാണ്. 1 മാസം ആകുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറി കമ്പോസ്റ്റ് റെഡിയാകും. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് എവരിവൺ.